നിങ്ങളെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്റെ കഷ്ടകാലം ഒന്ന് തന്നെ തുടങ്ങിയത്. ഒരെണ്ണം വച്ച് തരും ഞാൻ. ഈ കുന്ത് സ്റ്റാർട്ട് ആവണില്ലെന്ന്. ഓ, നീ ഒരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ ഞാൻ അടിച്ചു പാമ്പായി നിൽക്കുമ്പോ ഇതുപോലെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അവള് സൈലന്റ് ആയി, വണ്ടി സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും. മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. എവിടെ നിന്നിട്ടാണ്? ഇയാളൊന്ന് ഊതിക്കേ. ഊതാൻ എങ്ങനെ? ഒന്ന് ഊതറോ. ഊതാൻ പറയും, മുത്തം വെക്കണം. ഊതറോ. സീറ്റ് മാറിയെന്നൊക്കെ ഞാൻ കണ്ട്. ആഹാ, മദ്യപിച്ചിട്ടാണല്ലേ വണ്ടി ഓടിക്കണേ? സാറേ, ഞാനല്ലേ വണ്ടി ഓടിക്കുന്നേ. ഞാൻ ഊതട്ടെ? ഇയാളുടെ ലൈസൻസ് ഉണ്ട്. അതിപ്പം ഈ രാത്രിയിൽ ഓടിക്കാൻ ലൈസൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? രാത്രി ലൈസൻസ് വേണ്ട. എന്നാലും മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്. സർ, എന്താ? ഒരു പ്രാവശ്യത്തേക്ക് വേറെ ഒരു വഴി അല്ല ഇല്ലാത്തോണ്ടാ. പ്ലീസ്. വിടാൻ പാടില്ലാത്തതാണ്. ഞാനിപ്പോ ഡ്യൂട്ടിയിലായതുകൊണ്ട് തൽക്കാലം വിട്ടേക്കണം. താങ്ക് യു സർ. ഓ, അവിടെ സെയിം പാട്ടേക്ക് നിൽപ്പുണ്ട്. ഇയാള് എടുക്കും. ഇതിലേ പോയാൽ മതി. ഉണ്ടാതിടോ. ഈ വഴി ഇതിലേ പോട്ടെ. കാണാം. ഭംഗിയുള്ള ചിരിയുണ്ടോ പോലീസ്? സൂക്ഷിച്ചു കൊണ്ടോട്ടാ. എന്താടാ നിന്നെ എത്ര നേരമായിട്ടാ വിളിക്കുന്നു? നീ എന്താ ഫോൺ എടുക്കാത്തെ? വേറെ വല്ല പെമ്പിളാരോ ഓളായിരുന്നു നീ ചാടി എടുത്താണല്ലോ. അവിടെ ഊത്ത് കിടക്കണം. നീ കാര്യം പറ. ഈടാ, നമുക്ക് നാളെ ഒരുമിച്ച് ഡ്യൂട്ടി. പ്രതിക്കോട്ടെ. അപ്പൊ നാളത്തെ പെണ്ണുകൾ നടക്കൂല്ലേ? അപ്പൊ ശരിയടാ, നാളെ കാണാം. ഓക്കെടാ, ശരിയാന്ന് വെച്ചാ. ദൈവമേ, പണിക്കുറ്റങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുതേ ഭഗവാനേ, കർത്താവേ. ഇവൻ എന്നും ഇത് തന്നെ പണി. ജയിലിൽ തിക്കുന്നതൊക്കെ കഴിഞ്ഞു വരുമ്പോ വണ്ടാഴി പാപം വരുന്നടാ. എവിടെ? ഇവ ഇറങ്ങിയ നീ ഇറങ്ങിയില്ലേ? ഇറങ്ങി വരുന്ന വഴിയാണ് സാറേ. ഓ, അപ്പൊ ഞങ്ങളാണല്ലേ ശകുനം. ശകുനം മോശമാടാ. ഇല്ല സാറേ, സാറുമാരാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. തിരിച്ചിറങ്ങി പോകുമ്പോഴും സാറുമാരൊക്കെ തന്നെ കാണാൻ പറ്റിയല്ലോ. അത് വലിയൊരു ഭാഗ്യമായി. പുതിയ ഓപ്പറേഷൻ വലുതും പ്ലാൻ ചെയ്തോടാ? അയ്യോ ഇല്ല സാറേ, മോഷണം ഞാൻ നിർത്തി. പഴയതുപോലെ സാറുമാരെ ഇടിയടിയൊന്നും ബോഡി താങ്ങുന്നില്ല സാറേ. കുന്നംകുളത്ത് ഒരു പണി ശരിയായിട്ടുണ്ട്. നീ പറ പണിയും അവസാനം ഞങ്ങൾക്ക് പണിയാവും ചെയ്യും. ചെല്ല്. അവൻ ശരിക്കും നന്നായിന്ന് തോന്നണേ. പിന്നെ നന്നാവാതിരിക്കും. നല്ല ഫുഡല്ലടാ ചെയ്യുന്നത്. അത് ശരിയാണല്ലേ. മട്ടനും ബീഫല്ലേ കൊടുക്കണല്ലേ? വെറുതെ അല്ല തെണ്ടികൾ ഇങ്ങോട്ട് വീണ്ടും വരണേ സാറേ. എവിടെ ആള്? സാറേ വാടകയുടെ കള്ളന്മാരെ പിടിച്ച് പറയാൻ മാറിയുന്നേ സാർ സ്നേഹത്തോട് കേട്ടു. അടച്ചോളണ്ട സാറേ, അവന്മാർ ഓടി പോവാതെ. വിഷ്ണു സാറ് നമസ്കാരം കേട്ടാ. റോയ് സാറിന് കേട്ടാ. മതിര ശ്രദ്ധിച്ചോണം. നാക്കോട് നമ്മളെ കെട്ടിയിട്ട് മുങ്ങണനാ. അറിയാം സാറേ, നമ്മുടെ സ്ഥിരം പുള്ളിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല സാറേ. ശരി, ചെല്ല് അന്ന് പോവാം. നന്നായിട്ടൊക്കെ കൂട്ടിയിട്ടില്ലേ സാറേ? നീ നടക്ക്. എന്താടാ? ഒരു തലവേന. നമുക്കൊരു ചായ കുടിച്ചാലോ? പാല് വെള്ളം മേടിച്ചേരാ. നീ നടന്നേരെ. അല്ല, വൈകിട്ട് എപ്പോഴും അവിടെ പെണ്ണ് കാണല്? നമ്മുടെ പെണ്ണല്ലേ, അതിന് കുന്നുമശാന്തനല്ലേ കാണാൻ പോണത്. വേറെ ആരും വരാനില്ലാത്തതുകൊണ്ടാ, അല്ലാതെ നിന്നെ വിശ്വാസം ഉണ്ടായിട്ടല്ല.
വിശ്വാസം അതല്ലേ അല്ല അല്ലേ? അല്ല. അതെ, ഞാൻ പ്രോഗ്രാം കൂട്ടി വീട്ടിൽ വരാം. നീ അവിടെ റെഡി ആയിരുന്നാൽ മതി. പെണ്ണെങ്ങനെ സുന്ദരിയാണോ? സുന്ദരി അയാള് സുന്ദരിയാണെന്നൊന്നും അറിയില്ല, പക്ഷെ PhD കാരി. PhD കാരിയാ? എടാ +2 പോലും പാസ്സാതെ എനിക്ക് എങ്ങനെയാ PhD കാരന് കിട്ടുന്നത്? എടാ നീ കേട്ടിട്ടില്ലേ ഈ വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു? വിരുദ്ധ ധ്രുവങ്ങളാ? ഇതാ കുറെ ആകർഷിക്കും. വിരുദ്ധ ധ്രുവം ഓരോ പഴം എടുക്കട്ടെ സാറേ, നല്ല നാടൻ പൂന. സാറേ പൂവനാന്ന് പൂവൻ വേണ്ട. പേടായിരുന്നുണ്ടെങ്കിൽ നോക്കായിരുന്നില്ലേ സാറേ? ഓ ചുമല ഷർട്ട് ഒന്നും കൂടി അഞ്ച് വലിച്ചിട്ട് ആ ഗ്ലാസ് കൂടി ഉള്ളി കയറിയിട്ടേ. ആ ഫ്ലോ അങ്ങടാ പോയി. ആ ഇതെവിടെ സാറേ? ജെയിംസ് ചേട്ടാ, ഞാൻ കരുതി പോയി കാണുന്നു. ആരാണത്? എൻ്റെ കൂട്ടുകാരാ സാറേ, സെബാസ്റ്റ്യൻ. അതിനിപ്പോ എന്താ ഇവിടെ വെച്ച് സംസാരിക്കാനോ കാണാനൊന്നും പറ്റില്ല. അത് ചെയ്യില്ല. സാറ് വക്കീലിന് കൊടുക്കാൻ കുറച്ച് കാശുണ്ടായിരുന്നു. എനിക്ക് വേറെ വഴിക്ക് പോകാനുള്ളതാണ് സാറേ. ഇതൊന്ന് കൊടുത്തോട്ടെ സാറേ. സാറേ നടക്കില്ലേ ജെയിംസേ? എൻ്റെ സാറേ വക്കീൽ കോടതിയിൽ വരുമ്പോൾ കൊടുക്കാനുള്ള കാശ ഒന്ന് വാങ്ങിക്കട്ടെ സാറേ. ഒരു സഹായം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്താണ് സാറേ, ഇതൊന്ന് കൊടുക്കണല്ലോ ഉള്ളൂ. എന്താ സാറേ പ്ലീസ്? എന്നാ കൊടുക്ക്. ആ ഇത് കട്ടത് പിടിച്ചു കുറച്ചാണോടാ? എൻ്റെ സാറേ ഭാര്യയുടെ മാല പണയം വെച്ചിട്ട് കൊണ്ടുവന്നാണ്. ജെയിംസിന്റെ കാണാട്ടാ, മോള് ഹോസ്പിറ്റലാണേ, സുഖമില്ല, ശ്വാസം മുട്ടൊക്കെ ആയിട്ട്. ഞാൻ വന്ന് കണ്ടോളാട്ടാ. ശരി. നീ ആശുപത്രിയിൽ ട്യൂഷൻ ഡോക്ടറെ കാണിച്ചോ? ആ അതൊക്കെ അവൻ കാണിച്ചോളൂ. നീ കയറുന്നേ. നല്ല ഡോക്ടർ സാറേ. ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കും. അവന്റെ എൻഗേജ്മെന്റ് കഴിക്കുന്നതാ. സാറേ സാറേ എൻ്റെ മുണ്ട് മുണ്ട്. സാറേ സാറേ സൺഗ്ലാസ് വെച്ച് നന്നായിട്ടാ. അല്ലെങ്കിൽ മറ്റേ പൊള്ളലിട്ട് ചത്തനെ എന്തൊരു നോട്ടാ സാറേ. ആ സാറേ ബസ് സാറിന് സ്റ്റാൻഡേർഡ്. മുട്ടുണ്ടല്ലോ. അതൊക്കെ നിനക്ക് തോന്നിയില്ല. അയ്യോ സാറേ, ഇടി കൊണ്ട് ബ്ലാഡറൊക്കെ പഞ്ചറായി കിടക്കുക. എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. നിക്കറും മുണ്ടെന്ന് ഞാൻ കോടതി അകം നാറുണ്ട് സാറേ. എന്റെ കർത്താവ്, ഇത് വലിയ ശല്യല്ലോ. അങ്ങോട്ടെങ്ങനെ മാറി നോക്കിക്കടാ. ഞാൻ ഓടിപ്പോന്നില്ല. അതെനിക്കറിയടാ. കറുത്ത കൗണിട്ട മാലാക. ഇതോടെ കഴിച്ചാൽ ഫ്രീ ആയിട്ട് തരാടാ. അതോടെ ഇരുന്നോട്ടെ. ആ ഒന്നാ വേണ്ട, നന്നായി വരും സാർ. നിന്റെ കാല് പിടിച്ചതല്ല. അത് ശരി. ചെല്ല്, അവിടെ ഇരുന്നാ മതി. നീ അവിടെ ഇരുന്നാ മതിരാ. സന്തതിന് മുണ്ട് സാറന്മാരെടുത്തോ. കഴിയില്ലെങ്കിൽ ഒറ്റെണ്ണത്തിനും കാണാനില്ലല്ലോ. മീനേ മീന് മീനേ, ചേച്ചി മീൻ വേണ്ടേ? മീൻ നല്ല പെട്ടക്കിന് അതിലോടന്നിട്ടുണ്ട്. ഈ തവളക്കാലിന് എവിടുന്ന് കുട്ടി വരുന്ന ചേച്ചി? എക്സ്ക്യൂസ് മീ, മുണ്ട് ഞാൻ എടുക്കണേ. പോലീസുകാരിപ്പോ ഇങ്ങനെ ഓടിക്കുന്നത്? നീ വഴി പോ, ഞാൻ അവിടെ നോക്കാം.
കണ്ട കണ്ടു. എന്നിട്ട് എന്താ പിടിക്കാഞ്ഞേ? പിടിക്കേ ദേ പോണു അവൻ. ദാ, നിക്കടാ അവിടെ. ഓടി വാടാ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ല എന്നാണോ നിങ്ങളുടെ പരാതി? അല്ലല്ല, സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി. ബണ്ട് നിർമ്മാണത്തിന്റെ അപാത കൊണ്ടാണ് കഴിഞ്ഞ വർഷം കൃഷി നശിച്ചത്. ഇത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. അവൻ സാധാരണ കളല്ലട്ടാ. പോലീസ് പൊന്തില്ല, തൊപ്പി പൊന്തി. കളറ് കിട്ടി പോലീസുകാർ കൊള്ളാം. നീ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ കുളിക്കായിരുന്നു. സാറുമാർ ഇവിടെ കുളിക്കുന്നുണ്ട്. നാടകം എവിടാ ജെയിംസ്? ജെയിംസ് ആണ് എന്റെ മുന്നും പറിച്ചോണ്ട് ഓടി. ഛേ, തനിക്ക് നാണമില്ലൂടെ അത് പറയാൻ? അവന്മാരെ പെണ്ണ് കാണാൻ വിടാൻ താൻ അവിടെ മാരേജ് പൂരം നടത്തണം. അതല്ല സാറേ, എസ് ഐ സാറ് പറഞ്ഞത് കൊണ്ട് സമ്മതിച്ചാണ് സാറേ. ഇപ്പൊ തന്നെ അവന്മാര് കാരണം എന്റെ 2 ഇൻക്രിമെന്റ് പോയിരിക്കാണ് സാറേ. രക്ഷിക്കണം സാറേ. SI വന്ന ഉടനെ തന്നെ വിളിക്കാൻ പറയാം സാർ. ഈ അലപരാധന കാരണം സൂര്യ ഇല്ലാണ്ടായി. ഛേ, ഓരോരോ തലവേദനകള്. ഇതെന്താ കുളിച്ച് ഈറനായി നിർമ്മാല്യം തൊഴാൻ വന്നതാണ്? നിങ്ങളോട് സാർ അത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തം ചാടിപ്പോയാൽ അതിന്റെ നാണക്കേട് നിനക്കൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിന്. അതറിയാമോ? അറിയാം സാർ. എന്തറിയാന്ന്? ഇവനെവിടുന്ന് കിട്ടി? ജെയിംസ് മിസ്സായി മുണ്ടൊരു ഭാഗത്ത് കിട്ടിയതാണ് സാർ. ഒരു മുണ്ട് കിട്ടിയാൽ ഞാൻ ഒന്ന് പൊക്കളാം സാറേ. ഉണ്ടായില്ലടാ, എനിക്കിവിടെ മുണ്ട് വെച്ചോടല്ലേ? അല്ല, ഇവനാണ് സാർ മുണ്ടിൽ വെച്ച് ജെയിംസിന് മുണ്ടൂരി കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ചത്. അപ്പോ മുണ്ടില്ലാതെയാണ് നിങ്ങൾ ജെയിംസിനെ കോടതി കൊണ്ടുപോയത്? അല്ല സാറേ, മുണ്ട് പിടിപ്പിച്ച് തന്നെ കൊണ്ടായത്. അപ്പൊ ജെയിംസിന്റെ മുണ്ട് എവിടെ? അത് മുണ്ടൂരുള്ള സ്ത്രീക്ക് കൊടുത്തു സാർ. ഇയാളുടെ മുണ്ടോ? അതാണല്ലോ സാർ ഇവൻ ജെയിംസിന് കൊടുത്തത്. ഓ, നിങ്ങളത് മുണ്ടൂരി കളിക്കായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി സാർ. എന്തബദ്ധം? നിങ്ങളുടെ അച്ഛന്മാര് സർവീസിലിരിക്കെ മരണപ്പെട്ടത് കൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. ബുദ്ധിമുട്ടാതെ കിട്ടിയ ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു മുണ്ട് ഒപ്പിച്ചു കൂട്ടുകാരൻ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കിടന്ന് നാടകം കളിക്കുന്നോ? കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യേ. വേണ്ട സാറേ, ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ സാറേ. സാറേ, എനിക്കും കാണുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ. മുണ്ടില്ലെങ്കിൽ തോട്ടുമുണ്ടായാലും മതി സാർ.